ഇപ്പോൾ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ബോംബ് ഭീഷണി. മാനേജറുടെ ഇമെയിലിലാണ് സന്ദേശമെത്തിയത്. പോലീസ് എത്തി പരിശോധന ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം ഹോട്ടലുകളിലും ബോംബ് ഭീഷണി ലഭിച്ചിരുന്നു. വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമഠം ചേരുന്നുണ്ട്. അഖിൽ, എന്താണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം? നേരത്തെ ഹയാത്ത് ഉൾപ്പെടെയുള്ള ഹോട്ടലുകൾക്ക് ഇത്തരത്തിൽ ബോംബ് ഭീഷണി ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ വിമാനത്താവളത്തിൽ ബോംബ് ഭീഷണി ലഭിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ നീലിമ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ തലസ്ഥാനത്ത് വിവിധ മേഖലകളിലാണ് ഇത്തരത്തിൽ ബോംബ് ഭീഷണി വ്യാജ സന്ദേശമാണ്. പക്ഷെ എന്നാലും നിരവധിയായ ബോംബ് ഭീഷണികൾ എത്തിയിരുന്നു. ചില ഹോട്ടലുകൾ, ചില സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ കളക്ടറേറ്റ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ബോംബ് വച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിലൊരു മെയിൽ സന്ദേശം വരുന്നത്. മാനേജറുടെ മെയിലിലേക്കാണ് ഇത്തരത്തിലൊരു ഭീഷണി വരുന്നത്. എന്നാൽ പോലീസ് എത്തി പൂർണ്ണമായ പരിശോധന നടത്തി, ബോംബ് സ്ക്വാഡ് എത്തി പരിശോധന എല്ലാം നടത്തി. എന്നാൽ ഈ പരിശോധനകളിൽ ഒന്നും തന്നെ ഇത്തരത്തിലൊരു ബോംബ് സന്ദേശം അല്ലെങ്കിൽ ബോംബുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പൂർണ്ണമായ പോലീസും അതുപോലെ തന്നെ ബോംബ് സ്ക്വാഡിന്റെയും ഒക്കെ നിരീക്ഷണത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളം ഉള്ളത്. വരുന്ന മുഴുവൻ സന്ദർശകരെയും, അതായത് യാത്രികരെ അയക്കുന്നതിലേക്ക് കൂടെ വരുന്നതും അതുപോലെ തന്നെ വന്നെത്തുന്ന യാത്രികരെ വിളിച്ചുകൊണ്ട് പോകുന്നതിലേക്കുമായി എത്തുന്ന മുഴുവൻ ആൾക്കാരെയും പൂർണ്ണമായ പരിശോധനയ്ക്ക് ശേഷമാണ് വിമാനത്താവളത്തിലേക്ക് ഉള്ളിലേക്കും പുറത്തേക്കും ഒക്കെ നിലവിൽ കടത്തിവിടുന്നത്. എന്തായാലും വ്യാപകമായ ഒരു പരിശോധന തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് ചില അക്രമ സ്വഭാവമുള്ള ചില സംഭവങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് എന്ന ഇന്റലിജൻസ് വിഭാഗത്തിന്റെ ഒരു നിർദ്ദേശം, അല്ലെങ്കിൽ അത്തരത്തിലൊരു നിർദ്ദേശം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ആ തരത്തിൽ കൂടി കൂട്ടിയാണ് ഈ ബോംബ് ഭീഷണിയെ പോലീസ് നോക്കിക്കാണുന്നത്. കാരണം രാജ്യത്ത് ഒരു ഭീകരവാദ ആക്രമണം നടന്നതിന് പിന്നാലെയാണ് രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ സംസ്ഥാനത്ത് തന്നെ ഒരു പ്രധാനപ്പെട്ട വിമാനത്താവളത്തിൽ ബോംബ് ഭീഷണി എന്നൊരു സന്ദേശം വരുന്നത്. അതുകൊണ്ട് ആ തരത്തിൽ അതിനെ നോക്കിക്കാണാനുള്ള ഒരു തീരുമാനമാണ് നിലവിൽ പോലീസിനുള്ളത്. എന്തായാലും ആശങ്ക ഉളവാക്കുന്ന തരത്തിൽ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു ആശ്വാസകരമായി നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. നീലിമ, ശരി, അഖിലാണ് വിവരങ്ങൾ നൽകിയത്.